ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർച്ചയായ 5 50+ സ്കോറുകൾക്ക് ശേഷം ഇന്ത്യൻ റൺമെഷീൻ വിരാട് കോഹ്ലി ഫ്ലോപ്പായി മാറിയതിന്റെ ഞെട്ടലിലും നിരാശയിലുമാണ് ആരാധകർ. ന്യൂസിലാൻഡുമായുള്ള രണ്ടാം ഏകദിനത്തിൽ വെറും 23 റൺസ് മാത്രമേ അദ്ദേഹത്തിന് നേടാനായുള്ളൂ. ക്രിസ്റ്റ്യൻ ക്ലാർക്കിന്റെ ബൌളിംഗിൽ ബൌൾഡായി അദ്ദേഹത്തിന് ക്രീസ് വിടേണ്ടിവരികയായിരുന്നു. പോയിന്റിലേക്ക് ഷോട്ട് കളിക്കാനുള്ള കോഹ്ലിയുടെ ശ്രമമാണ് പുറത്താവലിൽ കലാശിച്ചത്. ഇൻസൈഡ് എഡ്ജായ ശേഷം അകത്തേക്ക് വന്ന ബോൾ നേരെ സ്റ്റമ്പുകളിൽ പതിച്ചതോടെ അദ്ദേഹത്തിന് നിരാശനായി ക്രീസ് വിടേണ്ടിയും വന്നു. ഇത്ര ഗംഭീര ഫോമിൽ മുൻ മത്സരങ്ങളിൽ കളിച്ചുകൊണ്ടിരിക്കവേ യഥാർത്ഥത്തിൽ കോഹ്ലിക്ക് എന്താണ് സംഭവിച്ചത്? പൊടുന്നനെ തന്റെ പഴയ മോശം കാലത്തേക്ക് അദ്ദേഹം തിരിച്ചുപോയതുപോലെയാണ് കാണപ്പെട്ടത്. എന്നാൽ കോഹ്ലിയുടെ ഈ ഫ്ലോപ്പ് ഷോയ്ക്കു പിന്നിൽ യഥാർത്ഥ കാരണക്കാരനെ ഇപ്പോൾ പിടികിട്ടിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, കോച്ച് ഗൗതം ഗംഭീർ തന്നെയാണ്. ഇന്ത്യൻ കുപ്പായത്തിൽ കരിയറിലെ സുവർണകാലത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് വിരാട് കോഹ്ലി ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലെ ഓസ്ട്രേലിയൻ പര്യടനം മുതൽ ബാറ്റിംഗിൽ അദ്ദേഹത്തിന് നല്ല കാലമാണ്. തൊട്ടതെല്ലാം പൊന്നാക്കി കോഹ്ലി റൺസ് വാരിക്കൂട്ടി. വളരെ അനായാസം കണ്ണഞ്ചിപ്പിക്കുന്ന ടൈമിംഗോടെ അദ്ദേഹം ഫോറുകളും സിക്സറുകളുമെല്ലാം അടിക്കുന്നത് നമ്മൾ കണ്ടു. പ്രത്യേകിച്ചും സിക്സറുകൾ നേടുന്നതിൽ കോഹ്ലി കാണിച്ച ആക്രമണോത്സുകതയാണ് എടുത്തു പറയേണ്ടത്. നേരത്തെ ഗ്രൗണ്ട് ഷോട്ടുകൾ കളിക്കാനും സിക്സറിനേക്കാൾ ഫോറടിക്കാനും താൽപര്യം കാണിച്ച ബാറ്ററായിരുന്നു അദ്ദേഹം. പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറ്റിയ പുതിയൊരു കോഹ്ലിയെയാണ് കണ്ടത്. വളരെ അനായാസം ക്രീസിൽ നിന്ന ഇടത്ത് പോലും കിടിലൻ സിക്സറുകൾ അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് കണ്ടു. കഴിഞ്ഞ ഒക്ടോബറിൽ ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം T20യിലെ 50+ സ്കോറോടെയാണ് കോഹ്ലി തേരോട്ടം തുടങ്ങിയത്. 81 ബോളിൽ പുറത്താവാതെ 74 റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത്. അതിനുശേഷം സൗത്ത് ആഫ്രിക്കയുമായുള്ള 3 മത്സരങ്ങളുടെ പരമ്പരയിൽ കോഹ്ലി അക്ഷരാർത്ഥത്തിൽ റൺമെഷീനായി മാറി. ആദ്യ കളിയിൽ 120 ബോളിൽ അടിച്ചെടുത്തത് 135 റൺസാണ്. അടുത്ത മത്സരത്തിൽ 93 ബോളിൽ 102 റൺസുമായി മിന്നിച്ചു. മൂന്നാം ഏകദിനത്തിൽ 45 ബോളിൽ പുറത്താവാതെ 65 റൺസെടുത്തു. അതിനുശേഷം ഈ ന്യൂസിലാൻഡുമായുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിലും കോഹ്ലി ഫോം തുടർന്നു. 91 ബോളിൽ 93 റൺസെടുത്ത അദ്ദേഹത്തിന് വെറും 7 റൺസിന് സെഞ്ചുറി നഷ്ടമായി. അതിനുശേഷമാണ് എല്ലാം തകിടം മറിച്ച ട്വിസ്റ്റ് സംഭവിച്ചത്. രാജ്കോട്ടിലെ കഴിഞ്ഞ മത്സരത്തിനു മുമ്പ് നെറ്റ്സിൽ ബാറ്റിംഗ് പരിശീലനം നടത്തവേ കോച്ച് ഗൗതം ഗംഭീർ ഇടപെടുകയും ചില നിർദ്ദേശങ്ങൾ നൽകുകയുമായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഗംഭീർ കാണിച്ചുകൊടുത്ത ഏറെക്കുറെ അതേ രീതിയിൽ ഷോട്ടിന് ശ്രമിച്ചാണ് കഴിഞ്ഞ മത്സരത്തിൽ കോഹ്ലി ബൌൾഡാവുകയും ചെയ്തത്. അദ്ദേഹത്തിനിപ്പോൾ ബാറ്റിംഗിൽ യഥാർത്ഥത്തിൽ ഒരു ഉപദേശത്തിന്റെയും ആവശ്യമില്ലായിരുന്നു. കാരണം അത്ര മികച്ച ടൈമിംഗോടെയാണ് കഴിഞ്ഞ കുറച്ചു മത്സരങ്ങളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും യാതൊരു കാര്യവുമില്ലാതെ ഗംഭീർ ഇടപെടുകയും ചില ബാറ്റിംഗ് ടിപ്സുകൾ നൽകുകയുമായിരുന്നു. ഇതോടെ കോഹ്ലിയുടെ കഷ്ടകാലവും തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഞായറാഴ്ചത്തെ അവസാന കളിയിൽ അദ്ദേഹം തിരിച്ചുവരുമോയെന്നാണ് അറിയാനുള്ളത്.